സൈനസൈറ്റിസും ഇയർ ബാലൻസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഈ മധ്യവയസ്കർക്കിടയിൽ വളരെയധികമായിട്ട് കാണുന്ന ഒരു രോഗലക്ഷണമാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം. ഇത് ഒന്നില്ലെങ്കിൽ അവർ കറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടും കറങ്ങുന്നത് പോലെ തോന്നും. ഇതല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ഉണ്ടാവാം. ഇതിൻ്റെ കൂടെ ഓക്കാനം വരിക അല്ലെങ്കിൽ ഛർദി വരിക, ഈ ലക്ഷണങ്ങളൊക്കെ ചേർന്ന് വരാറുണ്ട്. ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ മിനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ഇയറിൽ ഒരു ബാലൻസിന് സഹായിക്കുകയും ഈ കേൾവിക്ക് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഫ്ലൂയിഡ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന കണ്ടീഷനാണ് ഈ തലകറക്കത്തിന് കാരണം. ഇതേപോലെ സൈനസൈറ്റിസ് ഉള്ളവർക്കും ഇയർ ബാലൻസിൻ്റെ ഈ പ്രശ്നങ്ങൾ കാണാറുണ്ട്. സൈനസൈറ്റിസ് ഉള്ളവർക്ക് ഇന്നർ ഇയറിൽ ഇൻഫെക്ഷൻ വരുന്നതാണ് ഇതിനുള്ള കാരണം. സോ നമ്മൾ ഈ ഇയർ ബാലൻസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിൽ പ്രശ്നമുള്ളവർക്ക് സൈനസൈറ്റിസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂസ് പൂർണ്ണമായും മാറില്ല. സൈനസൈറ്റിസ് കൊണ്ട് ഉണ്ടാകുന്ന വെർട്ടിഗോയ്ക്ക് തൽക്കാലം ഒരു അക്യൂട്ട് മാനേജ്മെൻറ്റ് എന്ന നിലയ്ക്ക് തലകറക്കത്തിനുള്ള മരുന്ന് എടുക്കാം. പക്ഷേ ഫോളോ അപ്പ് ആയിട്ട് സൈനസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റിയാലേ പിന്നീട് തലകറക്കം വരാതെ ഇതിനൊരു പൂർണ്ണ ശമനം ലഭിക്കുകയുള്ളൂ. Velith Homeopathy on a mission to cure.